വഴി തടസ്സപ്പെടുത്തി പാർട്ടി പരിപാടി നടത്തിയ കേസിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഹൈക്കോടതിയിൽ ഹാജരായി. മറ്റ് പാർട്ടി നേതാക്കൾ കഴിഞ്ഞ ദിവസം കോടതിയിൽ ഹാജരായിരുന്നു. വിവരങ്ങളുമായി S. ശ്രീകാന്ത് ഉണ്ട് കൊച്ചിയിൽ നിന്നും. ശ്രീകാന്ത്, ഇത്തരത്തിൽ വഴി തടസ്സപ്പെടുത്തി ഒരു പാർട്ടി പരിപാടി നടത്തിയത് വലിയ വിവാദമായിരുന്നു. ഇപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി ഹൈക്കോടതിയിൽ ഹാജരായിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാഴ്ചയ്ക്കാണ് ഇന്ന് ഹൈക്കോടതി സാക്ഷ്യം വഹിച്ചത്. അതായത് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി, മുതിർന്ന നേതാവ് തന്നെ കോടതിയിൽ ഹാജരായിരിക്കുന്നു. അതും സ്വമേധയാ എടുത്ത കോടതിയലക്ഷ്യ കേസിലാണ് ഇപ്പോൾ കോടതിയിൽ CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഹാജരായിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നത്. 10-ാം തീയതിയായിരുന്നു അദ്ദേഹം ഹാജരാകേണ്ടിയിരുന്നത്. പക്ഷേ ഇന്നത്തേക്ക് അദ്ദേഹത്തിന് സമയം മാറ്റി നൽകണമെന്ന ആവശ്യം കോടതി അംഗീകരിക്കുകയാണ് ഉണ്ടായത്. വഞ്ചിയൂരിൽ റോഡ് തടസ്സപ്പെടുത്തി സ്റ്റേജ് കെട്ടി CPIM-ന്റെ സമ്മേളനം നടത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്ററെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം CPIM-ന്റെയും അതോടൊപ്പം കോൺഗ്രസിന്റെയും CPI-യുടെയും നേതാക്കളെ വിളിച്ചു വരുത്തിയിരുന്നു. ബിനോയ് വിശ്വം അടക്കമുള്ളവർ ഇവിടെ എത്തുകയും ചെയ്തതാണ്. ഇന്നിപ്പോൾ MV ഗോവിന്ദൻ എന്താണ് ആ സംഭവത്തിൽ മറുപടിയായി നൽകാൻ പോകുന്നത് എന്ന് കാത്തിരുന്നു തന്നെ കാണണം. കഴിഞ്ഞ ദിവസം ഈ നേതാക്കളൊക്കെ തന്നെ നിരുപാധികം മാപ്പപേക്ഷ കോടതിയിൽ നടത്തിയിരുന്നു. ഒപ്പം കോടതി ഉദ്യോഗസ്ഥരോട് സത്യവാങ്മൂലം നൽകാൻ പറഞ്ഞു. ഒപ്പം നേതാക്കൾ വ്യക്തിഗത സത്യവാങ്മൂലം നൽകാനും നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു. ഈ കോടതി ഇടപെടലോടുകൂടി പൊതുജനങ്ങളുടെ സ്വൈരവിഹാരത്തിന് ഭംഗം വരുത്തുന്ന രീതിയിൽ ഈ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും നടത്തുന്ന ഇടപെടൽ കുറയുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. കോടതി ഇന്ന് എന്ത് പറയും എന്നുള്ളതും കൗതുകകരമായ സംഗതിയാണ്. അതുതന്നെയാണ് കോടതി ഇന്ന് എന്തു പറയും. അതിലെ മറ്റൊരു കൗതുകം ഈ പറഞ്ഞതുപോലെയാണ്, ഈ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ അല്ലെങ്കിൽ കോടതിക്ക് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർക്കും അതിൽ നിന്നും മാറാൻ കഴിയില്ല എന്നുള്ള വളരെ കൗതുകകരമായ ഒരു കാര്യം. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നേതാക്കന്മാർ ആരെങ്കിലുമൊക്കെ അവിടെ ഹാജരാകാതെയൊക്കെ ഇരിക്കാറുണ്ട്. അപ്പോൾ അതൊരു നല്ല സന്ദേശമാണ് നൽകുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ കോടതി കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞിരുന്നു, മാപ്പ് കൊണ്ടൊന്നും കാര്യമായില്ല എന്ന് പറഞ്ഞിരുന്നു. മാത്രമല്ല ഒരു ഉറപ്പ് കഴിഞ്ഞ ദിവസം ഹാജരായ രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞിരുന്നു. അതെ, ഈ പറഞ്ഞ ഉറപ്പ് ആവർത്തിക്കില്ല എന്നാണ് പറഞ്ഞത്.